ശ്രദ്ധിക്കും പ്ലീസ്. ഞാൻ പറയട്ടെ, പ്രീ ഓർഡർ ലെവൽ കാണാനാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് എത്ര സ്റ്റോക്ക് ഉള്ളപ്പോഴാണ് നമ്മുടെ സപ്ലയറെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് ഇത്ര സാധനം വേണം എന്ന് പറയുക. ആ സ്റ്റോക്കാണ് ഇത് പ്രീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് 3 ആഴ്ചയാണ് ലീഡ് ടൈം. അതിൻ്റെ മീനിങ് എന്താ? ഇന്ന് വിളിച്ചാൽ എത്ര ആഴ്ച എടുക്കും? 3 ആഴ്ച. അപ്പോൾ എപ്പോഴും നമ്മൾ 3 ആഴ്ച വരെ മുന്നോട്ട് പോകാനുള്ള എന്ത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം? സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റും. അപ്പോൾ ഒരാഴ്ചക്ക് പോകാനുള്ള സ്റ്റോക്ക് എങ്ങനെ കാണാം? മൊത്തം 2600 അല്ലേ ഒരു വർഷത്തേക്ക് വേണ്ടത്. അപ്പോൾ ഒരാഴ്ചക്ക് എത്ര വേണം? 2600 യൂണിറ്റ് ഡിവൈഡഡ് ബൈ ഒരു വർഷത്തിൽ എത്ര ആഴ്ച ഉണ്ട്? 52 വീക്സ്. അപ്പോൾ ഒരാഴ്ച എത്ര വേണം? 50 എണ്ണം വേണം ഒരാഴ്ച ഉപയോഗിക്കാൻ. 50 യൂണിറ്റ് ഇൻറ്റു നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 വീക്ക്. വൈ? 3 ആഴ്ച വരെ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകാനുള്ള സ്റ്റോക്ക് നമ്മൾക്ക് ആവുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താ? 150 യൂണിറ്റ് ഉള്ളപ്പോൾ നിങ്ങൾ അവരെ കോൾ ചെയ്തിട്ട് സപ്പോസ് ഒരു 1000 യൂണിറ്റ് അല്ലെങ്കിൽ 1000 യൂണിറ്റ് 2000 ഒരു 500 യൂണിറ്റിന് ഓർഡർ ചെയ്തു എന്ന് കരുതാം. ശ്രദ്ധിക്കുന്നില്ല പലരും. 150 യൂണിറ്റ് ഉള്ളപ്പോൾ നിങ്ങൾ എത്രയ്ക്ക് ഓർഡർ ചെയ്തു? 300 യൂണിറ്റ്. ഈ ഓർഡർ ക്വാണ്ടിറ്റി ഇതിൻ്റെ 300 ആണെന്ന് വിചാരിക്കാം. 300 യൂണിറ്റ് നിങ്ങൾ ഓർഡർ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സാധനം എത്ര ദിവസം കൊണ്ടാണ് എത്ര ആഴ്ച വരെ മുന്നോട്ട് പോവാം? 3 ആഴ്ച വരെ. അപ്പോൾ 3 ആഴ്ചക്കുള്ള സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഓക്കെ, ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒരു സേഫ്റ്റി സ്റ്റോക്ക് ഒരു 100 കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതൊരു കുറച്ച് ഡേഞ്ചർ അല്ലേ? 150 കീപ്പ് ചെയ്യണം. ഇനി 3 ആഴ്ച ഉള്ളത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് പോയാലോ? അപ്പോൾ 3 ആഴ്ചക്കുള്ള മെറ്റീരിയൽ അല്ലേ നമ്മുടെ കയ്യിലുള്ളൂ? അല്ലടാ, 3 ആഴ്ച കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ആഴ്ച 150 കീപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആഴ്ച സാധനം വരില്ല. നമ്മൾ എത്ര യൂണിറ്റ് യൂസ് ചെയ്യും? 50. അപ്പോൾ എത്രയായി? 100ആയി. പിന്നത്തെ ആഴ്ചയിൽ വീണ്ടും എത്ര യൂസ് ചെയ്യും? 50. അപ്പോൾ എത്രയായി? 50ആയി. 3-ാമത്തെ ആഴ്ച എത്ര യൂസ് ചെയ്യും? 50. 3-ാമത്തെ ആഴ്ചയുടെ അവസാനം എത്തുമ്പോൾ എത്ര യൂണിറ്റ് എക്സ്ട്രാ വരും? 300 യൂണിറ്റ് എക്സ്ട്രാ വരും എന്ന് വിചാരിക്കുക. അത് വന്നില്ലെങ്കിലോ? ഡേഞ്ചർ അല്ലേ? അപ്പോൾ ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 150ൻ്റെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഒരു 100 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് 250 യൂണിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക? റീഓർഡർ ലെവലായിട്ട് പറയുന്നത്. ഓക്കെ, എന്താ റീഓർഡർ ലെവൽ? ഇതിനൊരു ഇക്വേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ? 2600 എന്താ? ആനുവൽ കൺസപ്ഷൻ ഡിവൈഡ് ബൈ എന്താണ്? 52 വീക്സ് ഇൻറ്റു ഏതാണ്? റീഓർഡർ പീരീഡ്. ലീഡ് ടൈം തന്നെയാണ്. ലീഡ് ടൈം തന്നെയാണ് റീഓർഡർ പീരീഡ്. അങ്ങനെ കണ്ടെത്തി പ്ലസ് എത്ര കൂടെ? സേഫ്റ്റി സ്റ്റോക്ക്. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടും? ആൻസർ 250 കിട്ടും അല്ലേ? താഴത്തെ ലോജിക്കലി ചെയ്തതിൻ്റെ ഇക്വേഷൻ അല്ലേ ഇത്? ഇക്വേഷനായിട്ട് എഴുതി വെക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ചെയ്തു.